അപ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് അത്ര പ്രൊഫഷണൽ ആവണ്ട, എന്നാൽ നമുക്ക് ഇമേജ് ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് ചെയ്യുകയും ചെയ്യരുത്, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. എല്ലാവരും എന്താണ് വീഡിയോ എടുക്കണം, നമ്മൾ എഡിറ്റ് ചെയ്തിട്ടോ ഒന്നും ചെയ്യില്ല, ഒരു ചെറിയ മാറ്റം പോലും ഇല്ല. AI വിദ്യകളൊക്കെ ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ട്രാലവറിന്റെ ടെക്കോളത്തിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇത്തവണ ഏത് ക്യാമറ റിവ്യൂവിന് എടുക്കുന്നത് നൗഫലെ? സോണിയുടെ ആൽഫ 6700. ഞങ്ങൾ നിലമ്പൂരാണ്. ഈ കാർഡ് ഉണ്ട്, നല്ല രസമുള്ള വിഷ്വൽ ഉണ്ട്. നൗഫൽ ഫോട്ടോഗ്രാഫറാണ്, ഷൂട്ട് ചെയ്യുന്നത് വിഷ്ണുവാണ്. വിഷ്ണുവിന്റെ ഫോട്ടോസാണ് നമ്മൾ ടെസ്റ്റ് ഫോട്ടോസ് ആയിട്ട് കാണുക. എന്റെ സംശയമല്ല, ഇപ്പൊ 2 വർഷം മുന്നേ ഇറങ്ങിയ ഈ സോണിയുടെ ക്യാമറ റിവ്യൂ ചെയ്യുന്നതും പിന്നെ ഇപ്പൊ റിവ്യൂ ചെയ്യുന്നത് ഇപ്പോ ക്രോപ്പ് സെൻസർ എടുക്കേണ്ട ആവശ്യം ഉണ്ടോ നമുക്ക്? അങ്ങനെ ഒരു ചോദ്യം ഉണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇപ്പൊ റിവ്യൂ ചെയ്യണമെന്ന് വെച്ചാല്, ഇത് മുന്നേ ഇറങ്ങിയ മോഡലാണെങ്കിൽ ഇപ്പൊ മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ AI ഒക്കെ കാലല്ലേ, AI വിദ്യകളൊക്കെ ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് എന്തിനാണ് ഈ ക്രോപ്പ് സെൻസർ, അതായത് ചെറിയ സെൻസർ എടുക്കണമെന്ന് വെച്ചാല്, മറ്റേ വലിയ ഫുൾ ഫ്രെയിം സെൻസർ എന്ന് പറഞ്ഞാൽ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് ഫോട്ടോഗ്രാഫി ജീവിതമായിട്ട് കൊണ്ടുനടക്കുന്നവരുടെ ഒരു എന്താണ് ചോറ് എന്ന് പറയുന്നതാണ്. അപ്പൊ നമുക്ക് ചില ആൾക്കാർക്ക് അത്ര പ്രൊഫഷണൽ ആവണ്ട, എന്നാൽ നമുക്ക് ഇമേജ് ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് ചെയ്യുകയും ചെയ്യരുത്, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്യാമറ ആൽഫ 6700. ഞങ്ങൾ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ഈ ക്യാമറ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പൊ നിലമ്പൂരാണ്, നിങ്ങൾക്ക് കേൾക്കാം ഇങ്ങനെ പക്ഷികളുടെ ഒക്കെ ശബ്ദവും ഒക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ഡിസൈനിനെ പറ്റി പറയാം. അതായത് കോമ്പാക്ട് ആണോ വെച്ചാൽ കോമ്പാക്ട് ആണ്, എന്നാൽ കുറച്ച് ബൾക്കിയാണ്, ഇങ്ങനെയാണ് അതിന്റെ ഡിസൈൻ. പിന്നെ ഇതില് നമ്മൾ ഉപയോഗിക്കുന്നത് 18105 ലെൻസ് ആണ്. ഇപ്പൊ ഉണ്ടല്ലോ ആ വലിയത് ഗ്രിപ്പ് ഇല്ലേ, അതൊരു ഭയങ്കര സംഭവമാണ്. ചില ചെറിയ ക്യാമറകളിൽ ഇത്ര നല്ല ഗ്രിപ്പ് ഉണ്ടാവാറില്ല. പിന്നുള്ളത് വലിയ ബാറ്ററിന്റെ ഗുണം അറിയാലോ. ഒന്ന് അവിടുത്തെ ഗ്രിപ്പ് വലുതായി, 2 ഷൂട്ട് ചെയ്യുന്നതിന്റെ ഒക്കെ സമയം കൂടും. സംഗതി ആൽഫ 6700 അതിന് AI പ്രോസസ്സിംഗ് യൂണിറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ഫോക്കസിങ്ങിന്റെ കൃത്യതയിലും കാര്യക്ഷമതയിലൊക്കെയാണ് ഇത് മനസ്സിലാവുക. ഒരു ഉദാഹരണം നോക്കാം. ഈ വീഡിയോ ഇതിൽ നോക്കിയാൽ ഫോക്കസ് മാറി പിടിക്കുന്നത് അറിയാനേ പറ്റില്ല. അത് നൈറ്റും കൂടെയാണ്. അപ്പോൾ മനസ്സിലായല്ലോ, അതിൻ്റെ ഒരു ഗുണം മനസ്സിലായില്ല. പിന്നെ AI സംഗതികൾ എന്താണെന്ന് വെച്ചാൽ, സാധാരണ ക്യാമറയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഐ ഡിറ്റക്ഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. 6700 അല്ലേ കുറച്ചും കൂടെ മുകളിലാണ് കാര്യങ്ങൾ. അതിൽ ബേർഡ് ആനിമൽ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. ചില മറ്റ് ക്യാമറകളിലുണ്ട്. ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, മുൻഗാമിയേക്കാളും 40% കൂടുതൽ പെർഫോമൻസ് ഉണ്ടെന്നാണ് സോണി പറയുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ അറിയാം, പക്കയാണ്. ഫോക്കസിങ്ങിലൊന്നും ഒരു കൺഫ്യൂഷനും ഉണ്ടായില്ല. പിന്നെ AI ഉള്ളത് കൊണ്ട് ഹെൽമെറ്റ് വെച്ചാൽ പോലും ഇങ്ങനെ ആൾക്കാരെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു കൂട്ടൻസ് മനസ്സിലായല്ലോ. ഈ പല ക്യാമറകളിലും ഐ ഡിറ്റക്ഷൻ ഉള്ളതുകൊണ്ട് ഫേസ് വന്നാൽ ഫോക്കസ് ആവും, ഫേസ് ഔട്ട് ആയാൽ ഫോക്കസ് വേറെ എവിടെയെങ്കിലും പിടിക്കും. അപ്പൊ ഇത് നോക്കിയേ, ഇത് ഷൂട്ട് ചെയ്തത് ഞങ്ങൾ വേറൊരു ഡിജിറ്റൽ ക്യാമറയിലാണ്. വീഡിയോയിൽ ഞാൻ തിരിയുമ്പോൾ ഫോക്കസ് ഇങ്ങനെ പുറമേ ഉള്ള കാർഡിലേക്ക് പിടിക്കുന്നുണ്ട്. 27 മെഗാ പിക്സലിന്റെ APS-C സെൻസറാണ്, ഈ മൗണ്ട് ആണ് ഇത് ലെൻസ് മൗണ്ട്. പിന്നെ ഭാരം 450 ഗ്രാമേ ഉള്ളൂ ലെൻസ് ഇല്ലാതെ. ആൽഫ 6700യുടെ ഫോട്ടോഗ്രാഫി കാര്യങ്ങൾ, ഇത് 1.5 ഷാർപ്പ്നെസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കാണുന്ന പടങ്ങളൊന്നും ഞങ്ങൾ എഡിറ്റ് ചെയ്തിട്ടോ ഒന്നും ചെയ്യില്ല, ഒരു ചെറിയ മാറ്റം പോലും ഇല്ല. അതായത് നേരെ വേണേൽ ക്യാമറയിൽ നിന്ന് എടുത്ത് പ്രിന്റ് ചെയ്യാം, നല്ല ലൈറ്റുള്ള സമയത്ത് കേട്ടോ. കളറ് കിട്ടുകയാണ്. എനിക്കൊരു കാര്യം പറയാന്ന് വെച്ചാൽ, സ്റ്റിൽ ഫോട്ടോഗ്രാഫിയെക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഇതിന്റെ വീഡിയോഗ്രാഫിയാണ്, അല്ലെ വീഡിയോ ഫീച്ചേഴ്സാണ്. ഇനി നമ്മളെ കൂടുതൽ അതിന്റെ വീഡിയോ സ്പെക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയില്ല, അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗൂഗിളിൽ നിന്ന് കിട്ടും. ഞാൻ അതിന്റെ പെർഫോമൻസ് ഞാൻ ഉപയോഗിച്ചപ്പോൾ എന്തൊക്കെ രസമുള്ള കാര്യങ്ങളാണ് ഞാൻ ഒബ്സർവ് ചെയ്തതെന്നാണ് പറയാൻ പോണത്. നല്ല രസമുള്ള ബൊക്കെയാണ്. ഈ ലെൻസിന്റെയും കൂടെ ഒരു രസമാണ് അത് കേട്ടോ. ഈ രാത്രി വീഡിയോ നോക്കുക, അതിന്റെ കളർ നോക്കുക, നോയ്സ് കുറവാണ്, നല്ല കളർ റീപ്രൊഡക്ഷൻ ഉണ്ട്, ഫോക്കസ് ഒക്കെ കൃത്യമായിട്ട് പിടിക്കുന്നുണ്ട്. വേറൊരു രസമുള്ള കാര്യം എന്താ പറയുക, അത് എൻ്റെ വേറൊരു ഫ്രണ്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു, ഇതിന്റെ ഓഡിയോ പെർഫെക്റ്റ് ആണല്ലോ എന്ന്. അപ്പോൾ മൈക്ക് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തതെന്നൊക്കെ വെച്ചു. അല്ല, മൈക്ക് വെച്ചിട്ടൊന്നുമല്ല, ഇതിൻ്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഓഡിയോ സംവിധാനങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചുള്ളത്. അത് തന്നെ എന്തൊരു ക്ലാരിറ്റിയാണ് ഓഡിയോയ്ക്ക്.
4K 120 ഫ്രെയിം പെർ സെക്കൻഡിൽ സ്ലോ മോഷൻ വീഡിയോ പകർത്താം. പിന്നെ സിനിമാറ്റിക് രീതിയിൽ എഡിറ്റിങ്ങിന് വേണ്ടിയൊക്കെ S-Log3 ഗാമ കർവ്, സോണിയുടെ പ്രശസ്തമായിട്ടുള്ള സിനിറ്റോൺ പിക്ചർ പ്രൊഫൈൽ ഇവയൊക്കെ ഉണ്ട്. അതായത് സീരിയസ് ആയിട്ട് വീഡിയോ പിടിക്കാൻ Alpha 6700 മതി എന്നാണ് അർത്ഥം. ഇതിൻ്റെ വില ബോഡിക്ക് മാത്രം 1.42 lakhs. നിലവിലുള്ള APS-C സെൻസർ ക്യാമറകളെക്കാളും നല്ല പെർഫോമൻസ് ഉണ്ട്, ഏകദേശം അതേ വിലയൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റിയുള്ളൊരു സാധനം എനിക്ക് ഫീൽ ചെയ്തത് വെച്ചാൽ ഇതിന് ഒപ്റ്റിക്കൽ 5 ആക്സിസ് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഹാൻഡ് ഹെൽഡായിട്ട് തന്നെ വീഡിയോയും നല്ല കിടിലും പടം എടുക്കുക. ഇത് കണ്ടോ, ഇത് ഞങ്ങൾ നൈറ്റിലെടുത്താണ്. സാധാരണ ട്രൈപോഡിലൊക്കെ എടുക്കുമ്പോഴേ ഇങ്ങനെ ഒരു ഫീൽ കിട്ടുള്ളൂ. പിന്നെ വീഡിയോ എടുക്കുകയാണെങ്കിലും വലിയ ഷെയ്ക്കൊന്നും ഇല്ലാതെ കിട്ടി.